Hey all, this is Tansiha. Welcome to DI Solutions. ഇന്ന് നമുക്ക് ഇൻവോയ്സിന്റെ PDF-ൽ എങ്ങനെ QR കോഡ് ലിസ്റ്റ് ചെയ്യാന്നുള്ളത് ചെക്ക് ചെയ്യാം. അതിനായിട്ട് സെറ്റിംഗ്സിൽ പോകാം. ആദ്യം നമുക്ക് ഇൻവോയ്സിൽ QR കോഡ് ജനറേറ്റ് ചെയ്യുന്നത് ഇനേബിൾ ചെയ്യണം. അതിനുശേഷം മാത്രമേ PDF-ൽ അത് ലിസ്റ്റ് ആവുള്ളൂ. അതിനായിട്ട് സെയിൽസിൻ്റെ അണ്ടറിൽ ഇൻവോയ്സിൽ പോയിട്ട് ഇൻവോയ്സ് QR കോഡ് എന്നുള്ളത് ഇനേബിൾ ചെയ്യാം. ഇവിടെ നമുക്ക് 3 ഓപ്ഷൻസ് ഉണ്ട്. UPI ID, ഇൻവോയ്സ് URL, കസ്റ്റം. UPI ID എന്ന് വെച്ചാൽ നമ്മുടെ UPI ID ഏതാണോ അത് കൊടുത്തിട്ട് നമുക്കിവിടെ എൻ്റർ ചെയ്ത് അത് കൺഫേം ചെയ്തിട്ട് സേവ് ക്ലിക്ക് ചെയ്താൽ UPI ID ആവും നമ്മളെ PDF-ൽ QR കോഡായിട്ട് ജനറേറ്റ് ചെയ്തിട്ട് ലിസ്റ്റ് ചെയ്യാം. ഇനി അതല്ല നമ്മൾ ഇൻവോയ്സ് URL ആണ് ക്ലിക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഓരോ ഇൻവോയ്സസിൻ്റെയും URL-നെ ബേസ് ചെയ്തിട്ട് QR കോഡ് ക്രിയേറ്റ് ആയിട്ട് അത് ഇൻവോയ്സിൽ ലിസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് കസ്റ്റം എന്നുള്ള ഓപ്ഷനും കൂടെ ഉണ്ട്. ഈ കസ്റ്റം എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് കോൺഫിഗർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇൻസേർട്ട് പ്ലേസ് ഹോൾഡറിൽ പോയിട്ട് നമുക്ക് സ്കാൻ ചെയ്യുമ്പം എന്തൊക്കെയാണോ അവിടെ ലിസ്റ്റ് ചെയ്യേണ്ടത് അത് ആ ഒരു വാല്യൂസ് നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാം. ഇപ്പം ഇൻവോയ്സ് നമ്പർ, അതുപോലെ ടോട്ടൽ എമൗണ്ട് എത്രയാണ്, കസ്റ്റമറിൻ്റെ നെയിം എന്താണ്, ഓർഗനൈസേഷൻ നെയിം എന്താണ്, നമുക്ക് ഏതാണോ ലിസ്റ്റ് ചെയ്യേണ്ടത് അത് നമുക്ക് ഇവിടെ കോൺഫിഗർ ചെയ്ത് അപ്ഡേറ്റ് കൊടുത്ത് സേവ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ QR കോഡ് എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞു. അടുത്തതായിട്ട് ഇൻവോയ്സിൽ ഇത് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റിംഗിൽ തന്നെ കസ്റ്റമൈസേഷൻ്റെ അണ്ടറിൽ PDF ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ പോയിട്ട് ഇൻവോയ്സിൽ ഏത് PDF-ലാണോ നമുക്ക് ഇൻവോയ്സ് സെലക്ട് ചെയ്യേണ്ടത് അതിനായിട്ട് നമുക്ക് QR കോഡ് കൊണ്ടുവരേണ്ട PDF സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതർ ഡീറ്റെയിൽസിൽ ഇവിടെ ഷോ ഇൻവോയ്സ് QR കോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് ടിക്കിടുക. അത് ടിക്കിട്ട് കഴിഞ്ഞാൽ നമ്മളെ ഇൻവോയ്സിൻ്റെ അണ്ടറിലായിട്ട് QR കോഡ് ജനറേറ്റ് ആവും. സേവ് കൊടുത്തു കഴിഞ്ഞാൽ PDF-ൽ നമുക്ക് QR കോഡ് ജനറേറ്റ് ചെയ്ത് വരുന്നത് കാണാം. താങ്ക് യു.